ഗുരുവായൂർ കേശവന്റെ കഥ അറിയാമോ? നിലമ്പൂർ കാടുകളിൽ നിന്ന് അമ്മയിൽ നിന്ന് വേർപെട്ട് ഒരാനക്കുട്ടി ഭൂമിയിലേക്ക് പിറവിയെടുത്തു. ആരോ കെണിവെച്ച വാരിക്കുഴിയിൽ നിന്നും നിലമ്പൂർ കോവിലകത്തിന് കിട്ടിയ സൗഭാഗ്യമാണ് കുട്ടിക്കേശവ്. സർവ്വലക്ഷണവുമുള്ള കുട്ടിക്കേശവ് നിലമ്പൂർ കോവിലകത്തെ 12ാമത്തെ ആനയായിരുന്നു. കോവിലകത്തെ സകല ആൾക്കാരുടെയും കണ്ണിലുണ്ണിയായിരുന്നു കേശവ്. 1921 മലബാർ കലാപം ആ സമയമായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടത്. നിലമ്പൂർ കോവിലകവും ആക്രമിക്കപ്പെട്ടു. കോവിലകത്തെ വിലപിടിപ്പുള്ളതെല്ലാം കവർന്നു. ആ കൂട്ടത്തിൽ കുട്ടിക്കേശവനെയും അവർക്ക് നഷ്ടമായി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി കോവിലകത്തെ എല്ലാവരും തൃശ്ശൂരിലേക്ക് ആ സമയം താമസം മാറി. പക്ഷേ കുട്ടിക്കേശവനെ നഷ്ടപ്പെട്ടത് എല്ലാവരും സങ്കടത്തിലായി. ഗുരുവായൂരപ്പ ഭക്തയായിരുന്ന കോവിലകത്തെ വലിയ തമ്പുരാട്ടി ഗുരുവായൂരപ്പനോട് ദിവസവും പ്രാർത്ഥിച്ചു. എന്നിട്ട് കുട്ടിക്കേശവനെ തിരികെ കിട്ടിയാൽ ഗുരുവായൂരമ്പലത്തിൽ നടയിരുത്താമെന്ന് വഴിപാട് നേരുകയും ചെയ്തു. കേശവന് വേണ്ടി ഭടന്മാർ കാട്ടിലും നാട്ടിലും തിരഞ്ഞു. പക്ഷേ കേശവനെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. അതേസമയം കൊള്ളക്കാരുടെ കൂടെ കഴിയുകയായിരുന്നു കേശവ്. ഒരു ദിവസം ഒരു യുവാവ് കൊള്ളക്കാർ നിൽക്കുന്ന കാട്ടിലേക്ക് പോവുകയും കൊള്ളക്കാർക്ക് മദ്യം കൊടുത്ത് മയക്കിക്കിടത്തി കുട്ടിക്കേശവനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്നാണ് എല്ലാവരും ഇപ്പോഴും വിശ്വസിച്ചു വരുന്നത്. അങ്ങനെ കേശവ് കോവിലകത്തെ സുരക്ഷിതമായി എത്തി. എല്ലാവരും സന്തോഷിച്ചു. അപ്പോഴാണ് വലിയ തമ്പുരാട്ടിക്ക് ഗുരുവായൂരപ്പൻ കേശവനെ നടയിരുത്തുന്നത് ഓർമ്മിച്ചത്. അങ്ങനെ കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തി. ഭയങ്കര വികൃതിയായിരുന്നു കേശവ്. കൊടിമര ചുവട്ടിൽ നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ല, ആരെയും അനുസരിച്ചില്ല, ഒരു ഭ്രാന്തമായ ഒരു പെരുമാറ്റം. ഒടുവിൽ ഭ്രാന്തൻ കേശവൻ എന്ന പേരും വീണു. അവൻ്റെ ഈ സ്വഭാവം മാറ്റാൻ വേണ്ടി 41 ദിവസം വ്രതം എടുത്ത് കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനയിരുത്തി. കാലങ്ങൾ കടന്നുപോയി. കേശവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ആ സമയം അവനെ മകനെ പോലെ സ്നേഹിച്ച അച്യുതൻ നായർ എന്ന പാപ്പാൻ അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമായത്. 55 വർഷത്തെ ഗുരുവായൂർ ജീവിതത്തിൽ ആർക്കും അവൻ ഒരു അപകടവും ഉണ്ടാക്കിയില്ല. ആനയോട്ടത്തിൽ വർഷങ്ങളോളം അവൻ ഒന്നാമനായിരുന്നു. ഏകാദശിക്കും ഉത്സവത്തിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലും സ്വർണ്ണക്കോലം കേശവന്റെ ഉയർന്ന ശിരസിൽ തന്നെ ഉയർന്നു. അവൻ്റെ കേമത്വവും സ്വഭാവ ഗുണവും കണക്കിലെടുത്ത് അവന് ഗജരാജപ്പട്ടം നൽകി. ഒരിക്കൽ ദശമി വിളക്കിന് ക്ഷേത്രം ദീപപ്രഭയാൽ തെളിഞ്ഞു നിന്നു. അന്ന് സ്വർണ്ണക്കോലം പതിവിലും ഉയർത്തി കേശവൻ. പെട്ടെന്ന് ആ ഗജവീരനൊരു വിറയലുണ്ടാവുകയും അവൻ്റെ വായിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുകയും ചെയ്തു. എല്ലാവരും പരിഭ്രമിച്ച് താഴെ ഇറക്കി സ്വർണ്ണത്തിടമ്പ്. മേൽശാന്തി കുട്ടിക്കൃഷ്ണന്റെ ശിരസിലേക്ക് ആ സ്വർണ്ണത്തിടമ്പ് നൽകി. കൊടിമരച്ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ അവസാനമായി അവൻ കണ്ടു. ക്ഷേത്രത്തിന് അഭിമുഖമായി കേശവനെ തളച്ചു. പ്രശസ്ത ആന ചികിത്സകർ വന്ന് അവനെ ചികിത്സിച്ചു. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി പുലർന്നു. ആ ദിവസം കേശവൻ തൻ്റെ മുൻകാലുകൾ നീട്ടിവെച്ച് ഗുരുവായൂർ ക്ഷേത്ര കൊടിമരം നോക്കി നമസ്കരിച്ചു കിടന്നു. ഗുരുവായൂരപ്പന് അവൻ നൽകിയ അവസാന നമസ്കാരമായിരുന്നു അത്. ഗുരുവായൂർ ഏകാദശി ദിവസം എല്ലാവരും കേശവന്റെ മരണ വാർത്തയാണ് അറിഞ്ഞത്.